എല്ലോടത്തും കിട്ടുമെന്ന പോലെയാണ് നിലവിൽ ട്രംപിന്റെ അവസ്ഥ. ലോകത്തെ വെല്ലുവിളിച്ച് നടത്തുന്ന ട്രംപിന്റെ താരിഫ് യുദ്ധത്തിൽ വലിയ പ്രശ്നങ്ങളാണ് ട്രംപും അമേരിക്കയും ഇപ്പോൾ നേരിടാൻ പോകുന്നത്. എപ്പോഴും സഖ്യകക്ഷികളെ പേടിപ്പിക്കുക മാത്രമല്ല, സഖ്യകക്ഷികൾക്ക് തിരിച്ചടിക്കാൻ സാധിക്കുമെന്നും മനസ്സിലാക്കേണ്ടതെന്നാലും അനിവാര്യമാണത് ട്രംപ് അധികം വൈകാതെ മനസ്സിലാക്കും. സഖ്യകക്ഷികൾ ബില്യൺ ഡോളർ ജെറ്റ് ഡീലുകൾ റദ്ദാക്കിക്കൊണ്ടാണ് ട്രംപിന് കനത്ത മറുപടി നൽകാൻ പോകുന്നത്. ട്രംപ് ഭരണകൂടത്തിന്റെ സമീപകാല വ്യാപാര നടപടികൾ ആഗോള വ്യോമയാന പ്രതിരോധ മേഖലകളിൽ പ്രതിധ്വനിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇത് നിരവധി US സഖ്യകക്ഷികളെ ഉയർന്ന മൂല്യമുള്ള ജെറ്റ് സംഭരണ പദ്ധതികൾ പുനഃപരിശോധിപ്പിക്കാനോ റദ്ദാക്കാനോ പ്രേരിപ്പിക്കുന്നുവെന്ന് റോയിട്ടേഴ്സ് അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അമേരിക്കയിൽ നിന്നും പുതിയ ആയുധങ്ങളും വിമാനങ്ങളും വാങ്ങാൻ ഇന്ത്യക്ക് പദ്ധതിയുണ്ടായിരുന്നു. ഈ പദ്ധതികൾ ഇന്ത്യ മരവിപ്പിച്ചതായാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഡൊണാൾഡ് ട്രംപിന്റെ അഹങ്കാരത്തിന് ഇതിനേക്കാൾ മികച്ച മറുപടി ഇന്ത്യക്ക് നൽകാനില്ല യഥാർത്ഥത്തിൽ. കാരണം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്ന മാർഗം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള സൈനിക സേവനങ്ങൾ ലോകത്തിന് വിറ്റുകൊണ്ടാണ്. ഡൊണാൾഡ് ട്രംപിന്റെ കൈയിലിരിപ്പിന് ഇന്ത്യയിലുണ്ടായ അതൃപ്തിയുടെ ആദ്യ പ്രതികാര നടപടിയാണിതെന്ന് വേണമെങ്കിൽ പറയാം. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ വരുന്ന ആഴ്ചകളിൽ നടക്കാനിരുന്ന നയതന്ത്ര ചർച്ചകൾ, അതുമായി ബന്ധപ്പെട്ട് ആയുധ കൈമാറ്റവുമായി ബന്ധപ്പെട്ട് വന്നിരുന്ന പ്രഖ്യാപനങ്ങളൊക്കെ നടത്താൻ വരുന്ന ആഴ്ചകൾ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിനെ വാഷിംഗ്ടണിലേക്ക് അയക്കാൻ പദ്ധതിയിട്ടിരുന്നു. എന്നാൽ ആ യാത്ര റദ്ദാക്കിയതായാണ് റോയിട്ടേഴ്സ് പറയുന്നത്.